സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുർജിത്ത്, വയനാട്ടിൽ ഇപ്പോഴും അതിശക്തമായി മഴ തുടരുന്ന സാഹചര്യമുണ്ടോ? അവിടെ പുഴകളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്, ചില പുഴകൾ കരകവിഞ്ഞിട്ടുണ്ട്, ചില ഉന്നതിയിൽ നിന്നൊക്കെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന നിലയിലേക്ക് രാവിലെ കാര്യങ്ങൾ പോയി. പുതിയ വിവരങ്ങൾ എന്താണ്, വിശദാംശങ്ങൾ എന്താണ് സുർജിത്ത്? പെരുമഴയാണ് റിജിത്ത്. കാരണം ഇടവിട്ടാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ ശക്തമായ മഴ എന്ന് തന്നെ പറയേണ്ടി വരും. അത്രമാത്രം വലിയ മഴപ്പെയ്ത്തുണ്ട്. സുൽത്താൻ ബത്തേരി മേഖലയിലാണ് ഏറ്റവും കൂടുതൽ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുള്ളത്. കല്ലൂർ പുഴയും നൂൽപ്പുഴയും കരകവിഞ്ഞ് ഒഴുകുന്ന അവസ്ഥയുണ്ട്. പല മേഖലയിൽ നിന്നും ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ഇതിനകം തന്നെ മാറ്റിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന പ്രദേശം ചേരിയംകൊല്ലി എന്ന് പറയുന്ന പ്രദേശമാണ്. ഈ വരുന്ന വഴിക്കെല്ലാം തന്നെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലാണ്. കൃഷി വലിയ രീതിയിൽ നശിച്ചിട്ടുണ്ട്. പുഴകൾ കരകവിയാൻ വേണ്ടി പോകുന്നു. പ്രധാന പുഴകളായിട്ടുള്ള പനമരം പുഴയും അതോടൊപ്പം തന്നെ മാനന്തവാടി പുഴയും ഉൾപ്പെടെ അത് പല മേഖലകളിലും വെള്ളം നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുകയാണ്. ഇത് ഈ കാണുന്നത് മാനന്തവാടി പനമരം പുഴയുടെ ഭാഗമാണ്. ആ പനമരം പുഴ ഇപ്പോൾ അവിടെ വാഴകളൊക്കെ കാണാം. അതൊക്കെ വെള്ളം നിറഞ്ഞ് ആ വാഴകളൊക്കെ നാശത്തിന്റെ വക്കിലാണ്. ഇങ്ങനെ നൂറുകണക്കിന് വാഴകൾ കൃഷി നശിക്കുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. ജില്ലയിൽ 3 ദുരിതാശ്വാസ ക്യാമ്പുകളായി 48 പേരെ ഇതിനകം തന്നെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. സുൽത്താൻ ബത്തേരി താലൂക്കിലെ നെന്മേനി നൂൽപ്പുഴ വില്ലേജ് പരിധിയിലെ ഉന്നതികളിൽ താമസിക്കുന്നവരെയാണ് ക്യാമ്പുകളിലേക്ക് എത്തിച്ചത്. പാമ്പുങ്കുനി ഉന്നതി, അതോടൊപ്പം തന്നെ അവിടെയുള്ളവരെ നെന്മേനി കോളിയാടി എയ്പ്പ് സ്കൂളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചീരാൽ വെള്ളച്ചാൽ ഉന്നതിയിൽ വെള്ളം കയറാൻ ഉള്ള മുന്നറിയിപ്പിനെ തുടർന്ന് കല്ലിങ്കര AUP സ്കൂളിൽ ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇത്തരത്തിൽ നൂൽപ്പുഴ പുഴങ്കുനി ഉന്നതിയിലെ ആളുകളെ കല്ലൂർ GHS സ്കൂളിലെ ക്യാമ്പുകളിലേക്കും മാറ്റി. മാത്രമല്ല KSEB പ്രത്യേക കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. പല ഇടങ്ങളിലും ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ മരം പൊട്ടി വീഴുകയും മരം കടപുഴകി വീഴുകയുമാണ്. ശക്തമായ കാറ്റ് ഇടയ്ക്കിടെ ഉണ്ടാകുന്നുണ്ട് ഈ പല ഘട്ടങ്ങളിലും. അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ഇന്ന് രാവിലെ ഈ വള്ളിയൂർക്കാവ് മനോരമ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ വീടിന്റെ മുകളിലേക്ക്, അതോടൊപ്പം തന്നെ തവിഞ്ഞാൽ, ഒഴക്കോടി, പുത്തൻപുരയ്ക്കൽ, ഓമന എന്നിവരുടെ വീടിന്റെ മുകളിലേക്കും കനത്ത കാറ്റിൽ മരം കടപുഴകി വീണു. അതോടൊപ്പം കാട്ടിക്കുളം കുറുക്കമ്മൂല റോഡിൽ മരം നിലംപൊത്തി. ഇതെല്ലാം അഗ്നിരക്ഷാ സേനയുടെ ഇടപെടലെല്ലാം തന്നെ സജീവമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിൽ ഏറ്റവും വലിയ സേവനം അനുഷ്ഠിക്കുന്നവരാണ് അഗ്നിരക്ഷാ സേനാ അംഗങ്ങൾ. അവർ ഈ കൽപ്പറ്റയിലും ഒപ്പം തന്നെ മാനന്തവാടിയിലും മറ്റ് ഇടങ്ങളിലും എല്ലാം തന്നെ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. എന്തായാലും മഴയുടെ ആശങ്കയ്ക്ക് ഒരസ്ഥാനവുമില്ല. പല മേഖലകളിലും ഈ കറണ്ടില്ല, വൈദ്യുതി ഇല്ലാത്തത് വലിയ പ്രതിസന്ധിയായി നിലനിൽക്കുകയാണ്. കാരണം കറണ്ടില്ലാത്തതിനാൽ ചൂരൽമലയും മുണ്ടക്കയും അടക്കമുള്ള, മുണ്ടക്കയ ആൾത്താമസമില്ലെങ്കിലും ചൂരൽമലയിൽ ഇപ്പോഴും ആളുകൾ കഴിയുന്ന ഇടങ്ങളുണ്ട്. അവിടെ ഒന്നും തന്നെ വൈദ്യുതി ഇല്ല. ഭക്ഷണം പാചകം ചെയ്യാൻ പോലും കഴിയാത്ത സ്ഥിതിയുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആളുകൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഇത്തരത്തിൽ വലിയ ആശങ്കയുടെ ഒരു മുൾമുനയിൽ തന്നെയാണ് വയനാടിനെ സംബന്ധിച്ച്. വയനാട്ടിലെ പാരിസ്ഥിതിക ദുർബല പ്രദേശങ്ങളുണ്ട്. ആ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഇതുപോലുള്ള ആശങ്കകൾ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. എന്തായാലും നടപടികളും മുൻകരുതലുമായി നേരത്തെ തന്നെ മുന്നൊരുക്കങ്ങൾ ജില്ലയിൽ പൂർത്തിയാക്കിയതാണ്. അത്തരം നടപടികൾക്ക് ജില്ലാ ഭരണകൂടം. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകുകയാണ്. ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ ഇടവിട്ട് അതിശക്തമായ മഴയാണ് ലഭിക്കുന്നത്. പുഴകൾ കരകവിഞ്ഞിട്ടുണ്ട്, പല ഉന്നതികളിലേക്കും വെള്ളം കയറിയിട്ടുണ്ട്. അവരെയൊക്കെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് അടക്കം മാറ്റിയിട്ടുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.